സഹാരി റൈസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ. നമ്മൾ ഇന്ന് അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം എന്ന് പറഞ്ഞ് മെന്റൽ എബിലിറ്റി ഭാഗത്ത് നമുക്ക് കാണുന്ന ഒരു ചാപ്റ്ററാണ് പരിചയപ്പെടുന്നത്. എന്താണ് ഇതിലെ ചോദ്യങ്ങൾ, ഏതൊക്കെയാണ് ഇതിലെ ടൈപ്പുകൾ എന്നൊക്കെ നമുക്ക് പരിചയപ്പെടാം. നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ടൈപ്പ് 1 നമ്മൾ ആദ്യം കാണുന്ന ചോദ്യം ഇതാണ്, പരീക്ഷകൾക്ക് വരാറുണ്ട്. അർത്ഥവത്തായി ക്രമീകരിക്കുക എന്ന് പറഞ്ഞിട്ട് 3-4 വേർഡ്സുകളൊക്കെ തരും. അതിനെ അർത്ഥവത്തായി ഒരു ഓർഡറിൽ ക്രമീകരിക്കണം അല്ലേ. ഇവിടെ അർത്ഥവത്തായി ക്രമീകരിക്കുക എന്ന് പറഞ്ഞിട്ട് മേശ, മരം, തടി, വിത്ത്, ചെടി ഇതാണ് തന്നേക്കുന്നത് ആണ്. ഇതിനെ അർത്ഥവത്തായി ക്രമീകരിക്കുകയാണെങ്കിൽ ഇതിലാദ്യം വരുന്ന ഏതാ മക്കളെ? നമുക്കറിയാം മേശയുണ്ട്, മരമുണ്ട്, തടിയുണ്ട്, വിത്തുണ്ട്, ചെടിയുണ്ട്. അതിലാദ്യം 4ാമത്തേത് വരണം. അതായത് നമ്മുടെ വിത്താണ് ആദ്യം വരണ്ടേ, ആണോ? വിത്ത് എന്തായി മാറും? ചെടിയായിട്ട് മാറും. ശരിയല്ലേ? വിത്ത് ചെടിയായിട്ട് മാറും. 4 കഴിഞ്ഞ് പിന്നെ വരേണ്ടത് 5ആണ്. വിത്ത് ചെടിയായിട്ടാണ് മാറുന്നത്, ആണോ? യെസ്. ഇനി ചെടി എന്തായിട്ടാണ് മാറുന്നേ? ചെടി എന്ന് പറയുന്നത് അടുത്തത് മരമായിട്ട് മാറും. ഇനി വരേണ്ടത് 2ആണ്, മരം ആയിട്ട് മാറും. ശരിയാണോ? മരം എന്തായിട്ട് മാറും? അല്ലെങ്കിൽ മരം നമുക്ക് തടി തരും. അപ്പൊ അടുത്തത് 3ആണ് വരേണ്ടത്, തടി തരും. മരം നമുക്ക് തടി തരും. ശരിയാണോ? തടിയിൽ നിന്ന് നമ്മൾ മേശയുണ്ടാക്കും. തടിയിൽ നിന്ന് നമ്മൾ മേശയുണ്ടാക്കും. അപ്പൊ ലാസ്റ്റ് ആണ് 1 വരേണ്ടത്, മേശ. ഇതാണ് ഇവിടെ ഓർഡർ വരേണ്ടത് അല്ലേ. അപ്പൊ ഏതാ ഇതിലെ ഓപ്ഷൻ കറക്റ്റ്? 4, 5, 2, 3, 1. 4, 5, 2, 3, 1. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ശരിയല്ലേ? വിത്തിൽ നിന്ന് ചെടിയാകുന്നു, ചെടി മരമായി മാറുന്നു, മരം നമുക്ക് തടി തരുന്നു, തടിയിൽ നിന്ന് നമ്മൾ മേശ ഉണ്ടാക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു ക്രമം. ഓക്കെ, മുന്നോട്ട്. അടുത്ത ചോദ്യം. തന്നിട്ടുള്ള വാക്കുകളെ വ്യക്തമായ ആശയം ലഭിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കുക. കൺട്രി ഉണ്ട്, ഫർണിച്ചർ ഉണ്ട്, ഫോറസ്റ്റ്, വുഡ്, ട്രീസ് അല്ലേ. നമുക്കറിയാം കൺട്രിയിൽ കൺട്രിയിൽ ഫോറസ്റ്റ് ഉണ്ട്, ആണോ? കൺട്രിയിൽ ഫോറസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ 1 3 മാറും, ആണോ? അല്ലെ 1ൽ നിന്ന് 3 പോകും. ഫോറസ്റ്റ്. ഓക്കെ. ഫോറസ്റ്റിൽ ട്രീസ് ഉണ്ട്. ശരിയല്ലേ മക്കളെ? ട്രീസ് എന്ന് പറയുമ്പോൾ 5. ഫോറസ്റ്റിൽ ട്രീസ് ഉണ്ട്, ആണോ? ട്രീസ് നമുക്ക് വുഡ് തരും അല്ലേ. വുഡ് അത് 4ആണ്, വുഡ് തരും, ആണോ? ഇനി നമുക്കറിയാം വുഡിൽ നിന്ന് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കും. അതാണ് 2 അല്ലേ. ഫർണിച്ചർ ഉണ്ടാക്കും. ശരിയാണോ? ഫർണിച്ചർ ഉണ്ടാക്കും. ഇതാണ് ഇവിടുത്തെ ഓർഡർ ആയിട്ട് വരുന്നത്. ശരിയല്ലേ? അപ്പോൾ 1 3 5 4 2. 1 3 5 4 2. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 1 3 5 4 2. കൺട്രിയിൽ ഫോറസ്റ്റ് ഉണ്ട്, ഫോറസ്റ്റിൽ ട്രീസ് ഉണ്ട്, ട്രീസ് വുഡ് തരുന്നു, വുഡിൽ നിന്ന് നമ്മൾ ഫർണിച്ചർ ഉണ്ടാക്കും. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. തന്നിട്ടുള്ള വാക്കുകളെ വ്യക്തമായ ആശയം ലഭിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. തവളയുണ്ട്, കഴുകനുണ്ട്, പുൽച്ചാടിയുണ്ട്, പാമ്പുണ്ട്, പുല്ലുണ്ട്. നമുക്കറിയാം ഇതിലാദ്യം വരുന്നത് 5ആണ്, ആണോ? പുല്ല്, ആണോ? പുല്ല് പുൽച്ചാടി തിന്നുന്നു അല്ലേ. അപ്പം 3ആണ് അത് കഴിഞ്ഞ് വരേണ്ടത്. ശരിയല്ലേ? പുൽച്ചാടീനെ തവള തിന്നുന്നു, ആണോ? അപ്പൊ അടുത്തത് 1 വരണം, തവള, ആണോ? തവളേനെ പാമ്പ് തിന്നുന്നു. അപ്പൊ അടുത്തത് 4 വരണം, 4, ആണോ? ഇനി പാമ്പിനെ കഴുകൻ തിന്നുന്നു. അപ്പൊ അടുത്തത് 2 വരണം. ശരിയല്ലേ? ഇതല്ലേ വരേണ്ട ക്രമം, ഓർഡർ. അപ്പൊ ഏതാ മക്കളെ? 5 3 1 4 2. 5 3 1 4 2. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അർത്ഥവത്തായ രീതിയിൽ ക്രമമായി ക്രമീകരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു നമ്മൾ. ചോദ്യം അർത്ഥവത്തായി ക്രമീകരിക്കുക. ജനനം, മരണം, വിവാഹം, വിദ്യാഭ്യാസം, ജോലി. ആദ്യം ജനനം വേണം. ഇതാണ് എന്തായാലും 1ാമത്തേത് അല്ലേ. ജനനം കഴിഞ്ഞ് നമ്മുടെ അടുത്തത് ഇതിൽ ഉള്ള വിദ്യാഭ്യാസമാണ്. അപ്പം 4ആണ് അല്ലേ. അടുത്തത് നമുക്ക് ജോലി കിട്ടും. അപ്പം അത് 5ആണ്.
അടുത്തത് നമ്മൾ വിവാഹം കഴിക്കും, അത് 3. ലാസ്റ്റ് നമ്മുടെ മരണം, അത് 2. അപ്പോൾ ഓർഡർ 1, 4, 5, 3, 2. 1, 4, 5, 3, 2. ഓപ്ഷൻ ബി കറക്റ്റ് ഉത്തരം. നെക്സ്റ്റ് വൺ ഒരു ചെടിയുടെ വളർച്ചാ ഘട്ടങ്ങൾ അനുസരിച്ച് ക്രമീകരിക്കുക. വിത്ത്, ഫലം, ചെടി, പൂവ്, മുള. അപ്പൊ അതിലാദ്യം വിത്ത്, ഒന്നാമത്തേത് വിത്ത് മുളയ്ക്കുന്നു, അപ്പൊ 5 ആണോ? മുള ചെടിയായിട്ട് മാറുന്നു, അപ്പൊ അത് 3 അല്ലേ? ഇനി അത് പൂ തരുന്നു അല്ലേ, അപ്പൊ 4. ഇനി അത് ഫലം തരുന്നു, പൂവാണ് കായായിട്ട് മാറുന്നത് അല്ലെ, 2. അപ്പോൾ ഓർഡർ 1, 5, 3, 4, 2. 1, 5, 3, 4, 2 അല്ലേ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം നമുക്ക് കിട്ടുക. നെക്സ്റ്റ്, വലിപ്പം അനുസരിച്ച് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിക്കുക എന്ന് തന്നിട്ടുണ്ട്. ജില്ല, ഗ്രാമം, ഭൂഖണ്ഡം, രാജ്യം, സംസ്ഥാനം. നമുക്കറിയാം ആദ്യം ഗ്രാമം 2 ആണോ? ഗ്രാമം, അതിലും വലുത് ജില്ല, ജില്ല എന്ന് പറഞ്ഞാൽ 1. അതിലും വലുത് സംസ്ഥാനം, അത് 5. അതിലും വലുത് രാജ്യം അല്ലേ, അത് 4. ഏറ്റവും വലുത് ഭൂഖണ്ഡം, അത് 3. ശരിയല്ലേ? ഇതാണ് ഇവിടെ ഓർഡർ, ചെറുതിൽ നിന്ന് വലുതായിട്ട് വരേണ്ടത്. ശരിയല്ലേ? സോ ആൻസർ 2, 1, 5, 2, 1, 5, 4, 3 അല്ലേ? ഓപ്ഷൻ ബി കറക്റ്റ് ഉത്തരവായിട്ട് നമുക്ക് കിട്ടും. രണ്ടാമത്തെ ടൈപ്പില് താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ 4ാമത് വരുന്ന വാക്ക് ഏതെന്ന് കണ്ടുപിടിക്കണം. 1ാമത് വരുന്ന വാക്കല്ല, 4ാമത് വരുന്ന വാക്ക്. ഓക്കെ, നമുക്കറിയാം അവിടെ ഉള്ളത് ഒന്ന് ക്ലൗഡാണ്, CLOUD അല്ലേ, ക്ലൗഡ്. അടുത്തത് ക്ലെവർ ആണ്, ക്ലെവർ എന്ന് പറഞ്ഞ വാക്ക് അല്ലേ. അടുത്തത് നമുക്കറിയാം കേബിൾ എന്ന് പറഞ്ഞ വാക്ക്. അടുത്തത് കേക്കാണ് അല്ലേ, അടുത്തത് കേക്കാണ്. ഇതിൽ 4ാമത് വരുന്ന വാക്ക് കാണണം അല്ലേ. നമ്മൾ ആദ്യം ഫസ്റ്റ് ലെറ്റർ അല്ലേ നോക്കുന്നേ. ഫസ്റ്റ് ലെറ്റർ എല്ലായിടത്തും C ആ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എല്ലായിടത്തും ഒരേപോലെയാണ്. സെക്കൻഡ് ലെറ്റർ നോക്കാം. സെക്കൻഡ് ലെറ്റർ L എന്ന് പറഞ്ഞാൽ 12ാമത്തെ ലെറ്ററാണ്, ആണോ? L 12 ആണ്, ശരിയല്ലേ? എന്നാൽ A 1 ആണ്, A 1 ആണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കേബിളും കേക്കും ആദ്യം വരുന്ന വാക്കുകൾ ഡിക്ഷണറി ക്രമീകരിക്കും. നമുക്ക് ഏറ്റവും അവസാനത്തെ അല്ലേ വേണ്ടേ. അപ്പോൾ ക്ലൗഡോ ക്ലവറോ ആയിരിക്കും. ശരി, ക്ലൗഡും ക്ലവറും CL തുടങ്ങണേ. അപ്പോൾ ഇനി 3ാമത്തെ ലെറ്റർ നോക്കണം. O 15ാമത്തേതും E 5ാമത്തേതുമാണ് അല്ലേ. അപ്പം 15ാമതാണ് O വരുന്നത്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് വരുന്നത് ക്ലൗഡ് ആയിരിക്കുകയല്ലേ. ക്ലെവറും ക്ലൗഡും ലാസ്റ്റ് വരുന്ന 2 വാക്കുകളാണ്. പക്ഷെ അതിൽ CL രണ്ടും തുടങ്ങുന്നത്. 3ാമത്തെ ലെറ്റർ O 15ഉം E 5ഉം ആണ്. അപ്പോൾ E ആണ് ആദ്യം വരുന്നത്, എന്നിട്ടാണ് O വരുന്നത്. അപ്പോൾ ഇതിൽ അവസാനം വരുന്ന വാക്ക് ക്ലൗഡ് ആണ് മക്കളെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം, ക്ലൗഡ് എന്ന് കിട്ടും. ഇങ്ങനെ വേണം ഈ ഡിക്ഷണറിയിൽ ക്രമീകരിക്കുന്ന ചോദ്യങ്ങൾ ചെയ്യാൻ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് ഡിക്ഷണറിയിൽ നിരത്തുമ്പം 1ാമത് വരുന്ന വാക്ക് കണ്ടുപിടിക്കണം അല്ലേ. 1ാമത് വരുന്ന വാക്ക്. ഓക്കെ മക്കളെ, നമുക്കൊന്ന് എഴുതാം. 1 സുനിധി അല്ലേ, സുനിധി S. അടുത്തത് സുനീതി എന്നാണ് വരുന്നത്. അടുത്ത വാക്ക് സുനീതി, ഒരേ പേര് തന്നെ പല രീതിയിൽ എഴുതിയേക്കുക അല്ലേ. അടുത്തത് SUNEETHI. ഇതിൽ 1ാമത് വരുന്ന വാക്കാണ് കണ്ടുപിടിക്കേണ്ടത്, ആണോ? നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കിയാൽ ആദ്യത്തെ 3 ലെറ്റർ SUN ആണ്, SUN ആണ്, SUN ആണ്, SUN ആണ്. അപ്പോൾ ആദ്യത്തെ 3 ലെറ്റർ നോക്കി പറയാൻ പറ്റില്ല. പിന്നെ 4ാമത് വരുന്നതിൽ I 9ഉം
ഈ 5-ഉം ഈ 5-ഉം ഈ 5-ഉമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തായാലും I 9. അപ്പൊ അത് അവസാനത്തേനാ വരുന്നത്. ഇനി ഈ അവസാനത്തെ 3 എണ്ണത്തിൽ ഏതാണെന്ന് നോക്കണം. അത് കഴിഞ്ഞുള്ളതും 5ആണ്, അത് കഴിഞ്ഞുള്ളതും 5ആണ്, അത് കഴിഞ്ഞുള്ളതും 5ആണ്. അടുത്തത് T20 ആണ്, ഇവിടെയും T20 ആണ്, ഇവിടെയും T20 ആണ്. ഇനിയുള്ളത് വെച്ചാൽ പറയാൻ പറ്റുന്നത് ഇവിടെ H ആണോ, ഇവിടെ I. ഓക്കെ, ഇവിടെയും H. ശരിയല്ലേ? നമുക്കറിയാം H 8-മത്തേതും I 9-മത്തേതും H 8-മത്തേതുമാണ്. പിന്നെയും 2 H 8 വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ വീണ്ടും ലാസ്റ്റ് ലെറ്റർ നോക്കേണ്ടി വരും. ഇവിടെ Y അത് 25 ആണോ, ഇവിടെ I ഇത് 9. എന്തായാലും ഈ I 9 അല്ലേ ആദ്യം വരിക. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ആദ്യം വരുന്നത് സുനീതി എന്നെഴുതിയ ഈ സ്പെല്ലിംഗ് ആണ്. കുറച്ച് പണി എടുപ്പിച്ചല്ലേ. നമുക്കറിയാം ഇത് ചെയ്യുമ്പോഴേ ആദ്യത്തെ ഭാഗം എല്ലാം SUN ആണ്. അപ്പൊ ആദ്യത്തെ ഭാഗം കളയാം. ഇനി ഇവിടെ I, ബാക്കിയുള്ളതെല്ലാം E-ല. അപ്പൊ എന്തായാലും I അവസാനത്തേന് പോകും, ലാസ്റ്റ് വരുന്ന ലെറ്റർ അത്. ഇവിടെ എല്ലാം E ആയതുകൊണ്ട് അത് കഴിഞ്ഞുള്ളതൊന്നും നോക്കണം. അത് കഴിഞ്ഞുള്ള 3-ഉം എല്ലായിടത്തും ഒരേപോലെയാണ്, കണ്ടോ? യെസ്. പിന്നെ ഇവിടെ H-ഉം ഇവിടെ I-യും ഇവിടെ H-ഉം. അതിൽ I 9, H 8. അപ്പൊ ഈ 2 വേർഡ്സ് ആണ് ലാസ്റ്റ് വരിക. അതിൽ ഇവിടം വരെ ഒരേപോലെയാണ്. അപ്പൊ ലാസ്റ്റ് ഇവിടെ Y-യും ഇവിടെ I-യും. അതിൽ I ആയിരിക്കും ആദ്യം വരിക, Y ആണ് ലാസ്റ്റ് വരിക. ശരിയല്ലേ? കാരണം I കഴിഞ്ഞാണ് Y വരുന്നത്. അപ്പം ഇവിടെ ആദ്യം വരുന്ന വാക്ക് ഇത് രണ്ടാമത് വരുന്ന വാക്ക്, ഇത് മൂന്നാമത് വരുന്ന വാക്ക്, ഇത് ലാസ്റ്റ് വരുന്ന വാക്ക്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂ അറിയണം കേട്ടോ. ഇത്തരം കണക്കുകൾ ചെയ്യാൻ ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂ അറിഞ്ഞാലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മുന്നോട്ട് പോകുന്നു നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. ഇംഗ്ലീഷ് നിഘണ്ടുവിലെ പോലെ ക്രമീകരിച്ചാൽ മൂന്നാമത് വരുന്ന വാക്ക് കാണണം മക്കളെ. ഒരെണ്ണം സ്റ്റെം ആണ്. ഓക്കെ, അടുത്തത് സ്റ്റീർ ആണ്. ഓക്കെ, അടുത്തത് സ്റ്റാമർ ആണ് അല്ലേ? സ്റ്റാമർ ആണ്. അടുത്തത് സ്റ്റെൻസിലാണ്. സ്റ്റെൻസിലാണ് അല്ലേ? ഓക്കെ, നമുക്കിത് ക്രമീകരിച്ച് കഴിയുമ്പോൾ നോക്കാം. നമുക്ക് മൂന്നാമത് വരുന്ന വാക്കാ വേണ്ടേ അല്ലേ മക്കളെ? ഇവിടെ ആദ്യത്തെ 2 എല്ലായിടത്തും ഒരേപോലെ. അപ്പൊ ആദ്യത്തെ 2 വെച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി മൂന്നാമത്തേത് ഈ 5-ഉം ഇവിടെ ഈ 5-ഉം A1-ഉം ഇവിടെ ഈ 5-ഉം ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഈ സ്റ്റാമർ എന്നത് ആദ്യം വരും. ഓക്കെ, ഇനി ഇവിടെ M13-ഉം ഈ 5-ഉം N14 ആണ് ആണോ? അപ്പൊ എനിക്കറിയാം 5 വരുന്ന സ്റ്റീർ ആണ് രണ്ടാമത് വരുന്നത്, 13 വരുന്ന സ്റ്റെം ആണ് മൂന്നാമത് വരുന്നത് അല്ലേ? 14 വരുന്ന സ്റ്റെൻസിലാണ് നാലാമത് വരുന്നത്. അപ്പൊ മൂന്നാമത് വരുന്ന വാക്ക് ഏതെന്ന് ചോദിച്ചാൽ സ്റ്റെം എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നു. തന്നിരിക്കുന്ന വാക്കുകളെ നിഘണ്ടുവിലെ പ്രകാരം അടുക്കിയാൽ നാലാമത് വരുന്ന വാക്ക്, അതായത് അവസാനം വരുന്ന വാക്ക് കണ്ടുപിടിക്കണം അല്ലേ? യെസ്. ഇതില് ആദ്യത്തേത് RUM BUS TIOUS. അടുത്തത് RUM INATE. അടുത്തത് RUMOUR. അടുത്തത് RUMPLE. ഇതിലെല്ലാം ആദ്യത്തെ എത്ര ഭാഗം ഒരേപോലെ? ആദ്യത്തെ 3 ഒരേപോലെയാണ്. RUM 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 RUM. അപ്പൊ ആദ്യത്തെ 3 നോക്കി പറയാൻ പറ്റില്ല. ഇനിയുള്ളത് B2, I9, O15, P16 അല്ലേ? അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് ഇതാ, ഒന്നാമത്. രണ്ടാമത് വരുന്നത് ഇതാ, ശരിയല്ലേ? മൂന്നാമത് വരുന്നത് ഇതാ, നാലാമത് വരുന്നത് ഇതാ. സോ നാലാമത് വരുന്ന വാക്ക് ഓപ്ഷൻ ഡി ആണ്.
അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു നമ്മൾ. താഴെ തന്നിട്ടുള്ള വാക്കുകളെ ഇംഗ്ലീഷ് നിഘണ്ടുവിലെ ക്രമപ്രകാരം അടുക്കിയാൽ മൂന്നാമത് വരുന്ന വാക്ക് കാണണം. ഓക്കെ, SCHOOL സ്കൂളുണ്ട്, സ്കോളറുണ്ട്. SCHOLAR ഉണ്ട്. അടുത്തത് സ്കീം, SCHEME ഉണ്ട്. അടുത്ത ഷെഡ്യൂൾ ഉണ്ട്, SCHEDULE ഉണ്ട്. ശരിയല്ലേ? ഓക്കെ, ഇതിൽ ആദ്യത്തെ SCH എല്ലായിടത്തും ഒരേപോലെയല്ലേ? SCH. അടുത്തത് O15 ലെറ്ററാണ്. ഈ 5 ലെറ്ററാണ്. ഈ 5 ലെറ്ററാണ്. നമുക്ക് മൂന്നാമത് വരുന്ന വാക്ക് വേണം അല്ലേ? ശരി. അപ്പം എന്തായാലും ആദ്യം രണ്ടും വരുന്നത് ഓപ്ഷൻ സിയും ഡിയും ആണ് ആദ്യം വരുന്നത്. നമുക്ക് മൂന്നാമത്തെ അല്ലേ വേണ്ടേ? അപ്പം മൂന്നാമത്തേത് കാണാൻ ഒന്നെങ്കിൽ ഓപ്ഷൻ 1 അല്ലെങ്കിൽ എയോ അല്ലെങ്കിൽ ഓപ്ഷൻ ബിയോ ആണ് മൂന്നാമത് വരിക, അല്ലെ? ഓപ്ഷൻ എയോ ഓപ്ഷൻ ബിയോ. അതിൽ ഇവിടെ വീണ്ടും 15 വരുന്നത്, ഇവിടെ 9 വരുന്നത് അല്ലേ? ആണ്. അപ്പം എനിക്കറിയാം മൂന്നാമത് വരുന്നത് ഇതാണ്, ഓപ്ഷൻ ബി ആണ്, സ്കോളറാണ്. ഇത് നാലാമതായിരിക്കും. ശരിയല്ലേ? ചെയ്തത് ക്ലിയർ ആണോ? SCH എല്ലായിടത്തും ഒരേപോലെ വെട്ടി. ബാക്കി ഓയ അപ്പം അത് രണ്ടും 15, ഈ അത് രണ്ടും 5. അപ്പം ഈ ആദ്യ 2 സ്ഥാനങ്ങളിൽ വരുന്ന ഈ രണ്ടുമാണ്. നമുക്ക് മൂന്നാമത്തേതല്ലേ വേണ്ടേ? അപ്പം ഇതോ ആണ്. അപ്പം ഇത് 9 ഇത് 15. അപ്പം മൂന്നാമത് വരുന്ന ഇതാ. സോ ആൻസർ സ്കോളറാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, സ്കോളർ. അടുത്തത് ടൈപ്പ് 3 നമ്മൾ പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ. എക്സാമിനേഷൻ ഡാഷുമായി ബന്ധമില്ല അല്ലേ? എക്സാമിനേഷൻ ഡാഷുമായി ബന്ധമില്ല. ഏതാ മക്കളെ? ഇതിൽ ആക്ഷൻ എന്ന വാക്ക് എക്സാമിനേഷനിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ എക്സാമിനേഷനുമായി ബന്ധമില്ലാത്തത് ആക്ഷനാണ്. ബാക്കി നേഷൻ ഉണ്ടാക്കാം, എക്സാം ഉണ്ടാക്കാം, എക്സിറ്റ് ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് ആക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഏതില്ല? സി ഇല്ല. ആക്ഷനിലെ സി ഇവിടെ ഇല്ല അല്ലേ? അപ്പൊ ആക്ഷൻ എന്ന വാക്ക് എക്സാമിനേഷനുമായി ബന്ധമില്ല, അല്ലെങ്കിൽ എക്സാമിനേഷൻ നിന്നുണ്ടാക്കാൻ കഴിയില്ല. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതാണ് കേട്ടോ. അടുത്തൊരു ചോദ്യം. തന്നിരിക്കുന്ന വാക്കിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. ടൂർണമെന്റിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക്. മക്കളെ, ടെനന്റ് എന്ന വാക്കാണ് ടൂർണമെന്റിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്നത്. സോ ടെനന്റ് എന്നതിലെ ഓരോ ലെറ്റേഴ്സും ടൂർണമെന്റിലുണ്ട്. സോ ആൻസർ ടെനന്റ് ആണ് കേട്ടോ. മുന്നോട്ട് പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. റിമെമ്പറിംഗ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്ന വാക്കേത്? അപ്പൊ റിമെമ്പറിംഗ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്നത് ഗ്രീൻ ആണ് മക്കളെ. ജി ഉണ്ട് ചോദ്യത്തില്, അല്ലെങ്കിൽ റിമെമ്പറിംഗ് എന്നതിൻ്റെ അകത്ത് ജി ഉണ്ട്, ആർ ഉണ്ട്, 2 ഇ ഉണ്ട്, എന്നും ഉണ്ട്. അപ്പൊ റിമെമ്പറിംഗ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ കഴിയുന്നത് ഗ്രീൻ ആണ്. ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ കഴിയില്ല. ശരി, മുന്നോട്ട് പോകാം. എൻകറേജ് എന്ന വാക്കുമായി ബന്ധമില്ലാത്തത് ഏത്? എൻകറേജുമായി ബന്ധമില്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതായത് എൻകറേജ് എന്ന വാക്കിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയാത്തത് മക്കളെ യൂസേജ് ആണ്. യൂസേജ് നിർമ്മിക്കാൻ കഴിയില്ല. യെസ്, കാരണം ഇതിൽ എസ് ഇല്ല. യൂസേജിൻ്റെ അകത്ത് എസ് ഉണ്ട്, ഇതിൽ എസ് വരുന്നില്ല. അപ്പം എൻകറേജ് എന്ന വാക്കുമായി ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ നിർമ്മിക്കാൻ കഴിയാത്തത് യൂസേജ് എന്ന വാക്കാണ്. അടുത്ത ചോദ്യത്തിലേക്ക്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ച് താഴെ പറയുന്നവയിൽ ഏത് വാക്കാണ് നിർമ്മിക്കാൻ കഴിയുന്നത്? താഴെ പറയുന്നവയിൽ ഏത് വാക്കാണ് നിർമ്മിക്കാൻ കഴിയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതിലെ വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഏതാണ് നിർമ്മിക്കാൻ കഴിയുന്നത്? മക്കളെ, നിർമ്മിക്കാൻ കഴിയുന്നത് ട്യൂഷനാണ്. ട്യൂഷൻ, TUITION. ട്യൂഷൻ നിർമ്മിക്കാൻ പറ്റും. സ്റ്റാർട്ട് നിർമ്മിക്കാൻ പറ്റില്ല, കാരണം എ ഇല്ല. കൺസൾട്ട് നിർമ്മിക്കാൻ പറ്റില്ല. സ്റ്റേഷൻ നിർമ്മിക്കാൻ പറ്റില്ല, എ ഇല്ല.
ഓക്കെ ആണല്ലോ മക്കളെ? കൺസൾട്ട് പറ്റാത്തതിന് കാരണം എല്ലില്ലാത്തത് കൊണ്ട്. മുന്നോട്ട് അടുത്ത ചോദ്യം. സെലിബ്രേഷൻ എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് പറയുന്നവയിൽ ഏത് വാക്കാണ് നിർമ്മിക്കാൻ കഴിയാത്തത്? നിർമ്മിക്കാൻ കഴിയാത്ത ഏതാണെന്ന് നോക്കണം മക്കളെ. നിർമ്മിക്കാൻ കഴിയാത്ത ലെറ്റർ ആണ്. കാരണം 2 ടി സെലിബ്രേഷനിൽ ഇല്ല. അപ്പൊ ലെറ്റർ എന്ന വാക്ക് നിർമ്മിക്കാൻ കഴിയില്ല. എൻവയൺമെന്റ് എന്ന വാക്കുമായി താഴെ പറയുന്നവയിൽ ഏതിനാണ് ബന്ധമില്ലാത്തത് അഥവാ നിർമ്മിക്കാൻ സാധിക്കാത്തത്? അല്ലെ, ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ നിർമ്മിക്കാൻ സാധിക്കാത്തത് മക്കളെ മൂവ്മെന്റ് എന്ന വാക്കാണ്. കാരണം അതിൽ ഏതാണ് ഇല്ലാത്തതെന്ന് നോക്കിയേ. മൂവ്മെന്റ് എന്നതിൽ 2 എം ഉണ്ട്, പക്ഷെ എൻവയൺമെന്റിൽ 2 എം ഇല്ല. അപ്പൊ മൂവ്മെന്റ് എന്ന വാക്കാണ് നമുക്ക് അതിൽ നിന്ന് നിർമ്മിക്കാൻ സാധിക്കാത്തത്. അടുത്തത്, കേരള എന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ഏതു വാക്ക് നിർമ്മിക്കാം? നമുക്ക് റിയൽ എന്ന വാക്ക് നിർമ്മിക്കാം. REAL അവിടെ ഉണ്ട്. ലേക്ക് എന്ന വാക്ക് നിർമ്മിക്കാം. അവിടെ LAKE ഉണ്ട്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ബിയും ശരിയാണ്. കാരണം റിയലും ലേക്കും നിർമ്മിക്കാൻ കഴിയും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. 4ാമത്തെ ഒരു ടൈപ്പ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലത്തു നിന്നുള്ള 14ാമത്തെ അക്ഷരത്തിന്റെ ഇടത്തുള്ള 5ാമത്തെ അക്ഷരം ഏത്? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലത്ത് നിന്നുള്ള 14ാമത്തെ അക്ഷരം, വലത്ത് നിന്നുള്ള 14ാമത്തെ അക്ഷരത്തിന്റെ ഇടത്തുള്ള 5ാമത്തെ അക്ഷരം. ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാല ഇതാണ് അല്ലെ. ഇതിൽ വലത്ത് നിന്നുള്ള 14ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? വലത്ത് നിന്നുള്ള, വലത്തെന്ന് പറഞ്ഞാൽ ഇവിടുന്നാണ്. ഇതാണ് വലത്ത് നിന്ന്. വലത്ത് നിന്നുള്ള 14ാമത്തെ അക്ഷരം എം ആണ്. ഇതാണ് വലത്ത് നിന്നുള്ള 14ാമത്തെ അക്ഷരം ആണോ? ഇതിൻ്റെ ഇടത്തുള്ള 5ാമത്തെ അക്ഷരം, ഇതിൻ്റെ ഇടത്തുള്ള 5ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഇടതുവശം ഇതല്ലേ? 1, 2, 3, 4, 5ാമത്തെ അക്ഷരം എച്ച് ആണ്. ഒന്നുകൂടെ പറയാം. വലത്ത് നിന്നുള്ള 14ാമത്തെ അക്ഷരം. അപ്പം നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാല ഇങ്ങനെ എഴുതിയാൽ ഇതിൽ വലത്ത് നിന്നുള്ള 14ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ വലത്ത് നിന്ന് എണ്ണി തുടങ്ങുമ്പോൾ 14ാമത്തെ അക്ഷരം എം ആണ് ആണോ? ഇതിൻ്റെ ഇടത്തുള്ള 5ാമത്തെ അക്ഷരം, ഇതിൻ്റെ വലതുവശം, ഇത് ഇതിൻ്റെ ഇടതുവശം. ഇടത്തുള്ള 5ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. നമ്മുടെ ആൻസർ ആയിട്ട് കിട്ടുന്നത് എച്ച് ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ മക്കളെ എച്ച് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയാലോ? അടുത്തത്. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ ഏതാ? എച്ച്. മറക്കണ്ട, ആൻസർ ഓപ്ഷൻ എ ആണ്, എച്ച്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇടത്ത് നിന്ന് 12ാമത്തെ അക്ഷരത്തിൻ്റെ വലതുവശത്തുള്ള 4ാമത്തെ അക്ഷരം. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇടത്ത് നിന്ന് 12ാമത്തെ അക്ഷരത്തിൻ്റെ വലതുവശത്തുള്ള 4ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ 16ാമത്തെ അക്ഷരമാണ് വരുന്നത് അല്ലേ? നോക്കാം. ഇടത്തു നിന്നുള്ള 12ാമത്തെ അക്ഷരം മക്കളെ ഇതല്ലേ? ഇടത്ത് നിന്ന്, ഇടത്തു നിന്നുള്ള 12ാമത്തെ അക്ഷരം എല്ലല്ലേ? എല്ലല്ലേ 12ാമത്തെ ലെറ്റർ. ഇടതുവശത്ത് നിന്നുള്ള 12ാമത്തെ അക്ഷരം എല്ലാണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? വലതുവശത്തുള്ള 4ാമത്തെ അക്ഷരം. അതിൻ്റെ വലതുവശത്തുള്ള 4ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഈ എല്ലിൻ്റെ വലതുവശത്തുള്ള 4ാമത്തെ അക്ഷരം. ഇതാണ് നമ്മുടെ എല്ല്. വലതുവശത്തുള്ള 4ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ 1, 2, 3, 4. പി അല്ലേ? ആൻസർ പി. ആൻസർ പി ആ വരുന്നേ. അതായത് 16 അല്ലേ? സോ ഈ ചോദ്യത്തിന് ആൻസർ വരുന്നത് 16 ആണ്. ഇനി അത് നമുക്ക് വലിയ കഷ്ടപ്പാടില്ലാതെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഇടത്ത് നിന്ന് 12ാമത്തെ അക്ഷരത്തിന്റെ വലത്തുള്ള 4ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ 12 കഴിഞ്ഞ് 4ാമത്തേത് എന്ന് പറഞ്ഞാൽ ഇടത്ത് നിന്ന് 16ാമത്തേതെന്ന് അർത്ഥം. വരച്ചു നോക്കാതെ തന്നെ ചെയ്യാം. ഇടത്തു നിന്നുള്ള 12ാമത്തെ അക്ഷരം കഴിഞ്ഞ് വലത്തോട്ട് 4ഉം കൂടെ. അപ്പൊ 12 + 4 എന്ന് പറഞ്ഞാൽ 16ാമത്തെ അക്ഷരം എന്ന് കറക്റ്റ് കിട്ടും അല്ലെ? ഇടത്തു നിന്നുള്ള 12ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ നമ്മുടെ 12ാമത്തെ ലെറ്റർ. ഇതാണ് ഇടത്ത്. 12ാമത്തെ ലെറ്റർ
എൽ ആണ്. ഇനി ഇതിന്റെ വലത്തോട്ടുള്ള നാലാമത്തേത് ഒന്ന്, ഇതാണ് അതിന്റെ വലതുവശം. 1 2 3 4 എന്ന് പറഞ്ഞാൽ 16ാമത്തെ ലെറ്റർ എന്നാണ്. ആൻസർ പി ആണ് കറക്റ്റ് കിട്ടണേ. അടുത്തത്, ഇംഗ്ലീഷ് അക്ഷരമാലയെ തലതിരിച്ചെഴുതിയാൽ ഇടത്ത് നിന്ന് 5ാമത്തെ അക്ഷരം ഏത്? തലതിരിച്ചെഴുതുമ്പോൾ ആദ്യം ഇസഡ് വരും അല്ലേ? തലതിരിച്ചെഴുതുമ്പോൾ ആദ്യം ഇസഡ് വരും, പിന്നെ വൈ വരും, പിന്നെ എക്സ് വരും, പിന്നെ ഡബ്ല്യു വരും, പിന്നെ വി വരും, പിന്നെ യു വരും അല്ലേ? ഇങ്ങനെയല്ലേ പോകുന്നേ? പിന്നെ ടി വരും. ഇതാണ് ഓർഡർ. ഇതാണ് ഓർഡർ. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്ന ഇടത്ത് നിന്നുള്ള 5ാമത്തെ അക്ഷരം. ഇടത്തെന്ന് പറഞ്ഞാൽ ഇവിടുന്നല്ലേ? 1 2 3 4 5ാമത്തെ അക്ഷരം വി ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് വി എന്ന് കിട്ടും അല്ലേ? ഇംഗ്ലീഷ് അക്ഷരമാലയെ തലതിരിച്ചെഴുതിയാൽ ഇടത്തു നിന്നുള്ള 5ാമത്തെ അക്ഷരം. ഓക്കെ, ഇടത്തു നിന്നുള്ള 5ാമത്തെ അക്ഷരം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 5ാമത്തെ അക്ഷരം തലതിരിച്ചെഴുതി. ഇസഡിൽ തുടങ്ങി, ഇസഡ് വൈ എക്സ് ഡബ്ല്യു വി. അപ്പോൾ ഇടത്തു നിന്നുള്ള 5ാമത്തേത് വി ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എച്ചിനും ആറിനും കൃത്യം മധ്യത്തിൽ വരുന്ന അക്ഷരം ഏത്? എച്ചിനും ആറിനും കറക്റ്റ് നടുക്ക് വരുന്ന അക്ഷരം കണ്ടുപിടിക്കണം. ആണോ മക്കളെ? നമുക്കറിയാം എച്ചിനും ആറിനും കറക്റ്റ് നടുക്ക് വരുന്നത്. എച്ച് 8ാമത്തേതും 6 18ാമത്തേതുമാണ്. ഈ 8നും 18നും കറക്റ്റ് നടുക്ക് വരുന്നത് എത്രാമത്തേതാ മക്കളെ? 8നും 18നും കറക്റ്റ് നടുക്ക് വരുന്നത് 13ാമത്തേതല്ലേ? 8നും 18നും കറക്റ്റ് നടക്ക് വരുന്നത് 13ാമത്തേതല്ലേ? 13ാമത്തേത് എം അല്ലേ? നിങ്ങൾ നോക്കിയേ, ഇവിടെ 5 ഗ്യാപ്പ്, ഇവിടെ 5 ഗ്യാപ്പ്. അപ്പോൾ 8നും 18നും നടുക്ക് വരുന്നത് 13ാമത്തെ ലെറ്ററാണ്. 13ാമത്തെ ലെറ്റർ എം ആണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ആൻസർ എം ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എച്ചിനും ആറിനും കൃത്യം മധ്യത്തിൽ വരുന്ന അക്ഷരം. എച്ചിനും ആറിനും നടുക്ക് വരുന്നത് എച്ച് 8ാമത്തേത്, 6 18ാമത്തേത്, നടുക്ക് വരുന്നത് 13ാമത്തേതാണ്. 13ാമത്തേത് എം ആണ്. മുന്നോട്ട് പോകുന്നു നമ്മൾ. ഓറഞ്ച് എന്ന വാക്കിലെ അക്ഷരങ്ങൾ അക്ഷരമാലാക്രമത്തിൽ എഴുതിയാൽ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കാത്ത എത്ര അക്ഷരങ്ങൾ ഉണ്ടാകും? ശരി, നമുക്ക് നോക്കാം. ഓറഞ്ച്, ORANGE, ഇതാണ് ഓറഞ്ചിലെ ലെറ്റേഴ്സ്. ORANGE. ഓക്കെ, ഇത് നമുക്കറിയാം. ഇതിൽ O എന്ന് പറഞ്ഞാൽ 15ാമത്തെ ലെറ്റർ, R എന്ന് പറഞ്ഞാൽ 18ാമത്തെ ലെറ്റർ, A എന്ന് പറഞ്ഞാൽ 1ാമത്തെ ലെറ്റർ, N 14ാമത്തെ ലെറ്റർ, G 7ാമത്തെ ലെറ്റർ, E 5ാമത്തെ ലെറ്റർ. ഇതിനെ നമ്മൾ അക്ഷരമാലാക്രമത്തിൽ എഴുതിയാൽ സ്ഥാനത്തിന് മാറ്റം വരാത്ത ലെറ്റർ. നമുക്ക് ആദ്യം അക്ഷരമാലാക്രമത്തിൽ എഴുതാം. ഇതിൽ ആദ്യം വരുന്ന എ ആണ്. 1. പിന്നെ വരുന്നത് ഇ ആണ്. ശരിയല്ലേ? പിന്നെ വരുന്നത് ഇ ആണ്. പിന്നെ വരുന്നത് ജി ആണ്. ഓക്കെ, പിന്നെ വരുന്നത് എൻ ആണ്. അടുത്തത് ഒ ആണ് വരുന്നത് അല്ലേ? അടുത്തത് ആറാണ് വരുന്നത്. ആണോ? അപ്പോൾ ഇവിടെ മാറ്റം വരാതെ ഉള്ളത് എന്നിൻ്റെ പൊസിഷന് മാത്രം മാറ്റമില്ല അല്ലേ? അതായത് 4ാമതാണ് ഓറഞ്ചിൽ എന്ന് കിടക്കുന്നത്. അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ചപ്പം ഇത് 1ാമത്തേത്, ഇത് 5ാമത്തേത്, ഇത് 7ാമത്തേത്, ഇത് 14ാമത്തേത്, ഇത് 15ാമത്തേത്, ഈ 6 എന്ന് പറഞ്ഞാൽ 18ാമത്തേത്. ശരിയല്ലേ? അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ചപ്പോഴും 4ാമത്തേത് എൻ ആണ്. ബാക്കി ഉള്ളതിൻ്റെ എല്ലാ പൊസിഷൻ മാറിയിട്ടുണ്ട്. സോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മുന്നോട്ട് പോകുന്നു നമ്മൾ. ക്രിക്കറ്റ് എന്ന വാക്കിലെ അക്ഷരങ്ങൾ അക്ഷരമാലാക്രമത്തിൽ എഴുതിയാൽ നിലവിലെ സ്ഥാനം മാറാത്ത എത്ര അക്ഷരങ്ങൾ ഉണ്ടെന്നാണ് ചോദ്യം അല്ലേ? സോ ക്രിക്കറ്റ്, CRICKET ആണോ? ഓക്കെ, നമുക്കിതിൻ്റെ പൊസിഷൻ വാല്യൂസ് ഒന്ന് എഴുതാം. C3, R 18, I 9, C3, K 11, E 5, T 20. റെഡിയാണല്ലോ? ഓക്കെ, ഇനി ഇതിനെ നമുക്ക് അക്ഷരമാലാക്രമത്തിൽ എഴുതാം. ആദ്യം ഉള്ളത് 3 അല്ലേ? അപ്പോൾ C3. ഓക്കെ, വീണ്ടും ഒരു C ഉണ്ട്. അപ്പോൾ വീണ്ടും ഒരു 3. ഓക്കെ,
ഇനി അടുത്തത് സി എസ് സി എ കഴിഞ്ഞ് 3 കഴിഞ്ഞ് 5, അതായത് ഇ ഉണ്ട്, ഇ 5 അല്ലേ. അത് കഴിഞ്ഞ് നമുക്കറിയാം ഐ ഉണ്ട്, ഐ 9, ഐ 9, 9 കഴിഞ്ഞ് കെ ഉണ്ട്, കെ 11. ഓക്കെ, പിന്നെയുള്ളത് 6 6 18, 6 18. പിന്നെയുള്ളത് ടി ആണ്, ടി 20. അപ്പോൾ 3 3 5 9 11 18 20. ഇതിൽ സിയുടെ പൊസിഷൻ മാറിയിട്ടില്ല, അതുപോലെ കെയുടെ പൊസിഷൻ സെയിം തന്നെ, ടിയുടെ പൊസിഷൻ സെയിം തന്നെ. അപ്പം 3 ലെറ്റേഴ്സിന് സ്ഥാനമാറ്റം വന്നിട്ടില്ല. ആൻസർ സി ആണ് കറക്റ്റ്, 3. അടുത്തത് 6 2 8 4 3 7 എന്നീ അക്കങ്ങളെ ആരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാൽ എത്ര അക്കങ്ങളുടെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കില്ല? ഏതൊക്കെയാ? 6 2 8 4 3 7 ആണോ? ഇതിലാദ്യം 2, പിന്നെ 3, പിന്നെ 4 ആണോ? പിന്നെ ഏതാ? 6, പിന്നെ 7, പിന്നെ 8. അതായത് ഒന്നും അതേ സ്ഥാനത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 0 ആണ്. സ്ഥാനമാറ്റം എല്ലാത്തിനും സംഭവിക്കുന്നു അല്ലേ. സോ എത്ര അക്കങ്ങളുടെ സ്ഥാനത്തിന് മാറ്റം സംഭവിക്കില്ല? മാറ്റം സംഭവിക്കാത്ത എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. മാറ്റം സംഭവിക്കാത്തത് 0 ആണ്. നമ്മുടെ 5ാമത്തെ ടൈപ്പ്, അതായത് അവസാനത്തെ ടൈപ്പ്, തന്നിട്ടുള്ളവയിൽ നിന്ന് ദ്വിമാന രൂപങ്ങളെ തരംതിരിച്ചെഴുതുക അല്ലേ. യെസ് മക്കളെ, ഇതിൽ ദ്വിമാന രൂപങ്ങൾ ഏതൊക്കെയാണ്? വൃത്തം ഒരു ദ്വിമാന രൂപമാണ്, സപ്തഭുജം ഒരു ദ്വിമാന രൂപമാണ്, ഷഡ്ഭുജം ഒരു ദ്വിമാന രൂപമാണ്. വൃത്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. വൃത്തം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൃത്തം അല്ലെങ്കിൽ സർക്കിൾ ഇതൊരു 2D ഷേപ്പ്, ദ്വിമാന രൂപമാണ്. അതായത് XY ആക്സിസിൽ മാത്രം റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിൽ സംശയമൊന്നുമില്ല. എന്താണ് സപ്തഭുജം? സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞാൽ 7 സപ്തഭുജം എന്ന് പറഞ്ഞാൽ 7 വശമുള്ള ഒരു രൂപത്തെ വിളിക്കുന്ന പേരാണ് സപ്തഭുജം. അപ്പൊ സപ്തഭുജം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 7 വശം, 7 വശമുള്ള രൂപത്തെ, 7 വശമുള്ള രൂപത്തെയാണ് നമ്മൾ സപ്തഭുജം എന്ന് വിളിക്കുന്നത്. അതും ഒരു 2D ഷേപ്പാണ്. എന്താണ് ഷഡ്ഭുജം? ഷഡ്പദങ്ങൾ എന്ന് പറഞ്ഞാൽ 6 കാലുള്ളവ. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 വശമുള്ളവ. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 വശമുള്ളവ അല്ലേ. അതും ഒരു 2D ദ്വിമാന രൂപമാണ്. അപ്പോൾ വൃത്തം ഒരു ദ്വിമാന രൂപമാണ്. സപ്തഭുജം 7 വശങ്ങളുള്ള രൂപങ്ങൾ ദ്വിമാന രൂപങ്ങളാണ്. ഷഡ്ഭുജം 6 വശങ്ങളുള്ള രൂപങ്ങളും ദ്വിമാന രൂപം. വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോണാണ്. കോൺ ഐസ്ക്രീം ഒക്കെ കണ്ടിട്ടില്ലേ അല്ലേ? അതാണ് വൃത്തസ്തൂപിക. ഇതൊരു 3D ഷേപ്പാണ്. ബാക്കിയുള്ളതെല്ലാം 2D ഷേപ്പാണ്. അതിൽ സപ്തഭുജവും ഷഡ്ഭുജവും പോളിഗൺ ബഹുഭുജങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നവയാണ്. 2D ഷേപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഓർക്കുക, 5 വശമുള്ള ബഹുഭുജത്തെ നമ്മൾ പഞ്ചഭുജം എന്ന് പറയും. പഞ്ചപാണ്ഡവന്മാർ. 6 വശമുള്ളത് ഷഡ്ഭുജം, ഷഡ്പദങ്ങൾ. 7 വശമുള്ളത് സപ്തഭുജം, സപ്തസ്വരങ്ങൾ. 8 വശമുള്ളത് അഷ്ടഭുജം, അഷ്ടദിക്കുകൾ. 9 വശമുള്ളത് നവഭുജം, നവരസങ്ങൾ. 10 വശമുള്ള രൂപത്തെ ദശഭുജം, ദശാവതാരം എന്ന് പറയാറില്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൽ 2D ഷേപ്പ് ദ്വിമാന രൂപം വൃത്തം, സപ്തഭുജം, ഷഡ്ഭുജമാണ്. വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ കോണാണ്. അത് 3D ഷേപ്പാണ്. മുന്നോട്ട് പോകുന്നു. ആശയം മനസ്സിലാക്കിയ ശേഷം തരംതിരിക്കുക. ഓക്കെ, ഏതാ മക്കളെ? സമചതുരമുണ്ട്, ഗോളമുണ്ട്, സമചതുരക്കട്ടയുണ്ട്, വൃത്തസ്തംഭമുണ്ട്. ഇതിൽ ചേരാത്തയാള് സമചതുരമാണ്. അത് 2D ഷേപ്പും ബാക്കിയുള്ളവയെല്ലാം 3D ആണ്. ഗോളം നിങ്ങൾക്കറിയാം, സ്പിയർ, ഗോളം. സമചതുരക്കട്ട എന്ന് പറഞ്ഞാൽ ക്യൂബ്, അതൊരു നമുക്കറിയാം 3D ഷേപ്പാണ്. വൃത്തസ്തംഭം എന്ന് പറഞ്ഞാൽ സിലിണ്ടർ, സിലിണ്ടർ ഇല്ലേ, ഗ്യാസ് സിലിണ്ടർ, സിലിണ്ടറിന്റെ ഷേപ്പ് അറിയില്ലേ, അതാണ് വൃത്തസ്തംഭം. വൃത്തസ്തംഭം ഒരു 3D ഷേപ്പാണ്. സമചതുരക്കട്ട ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു 3D ഷേപ്പാണ്. ഗോളം എന്ന് പറഞ്ഞാൽ ഒരു 3D ഷേപ്പാണ്. അപ്പോൾ സമചതുരമാണ് ഇതിൽ കൂട്ടത്തിൽ പെടാത്തയാളായിട്ട് വരുന്നത്. അടുത്തത്, തന്നിട്ടുള്ള വാക്കിന് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായതിനെ തരംതിരിക്കുക. ഏതാ വ്യത്യസ്തമായത്? എണ്ണയല്ലേ മക്കളെ.
തൈരും മോരും ചീസൊക്കെ പാലുൽപ്പന്നങ്ങളാണ്, എണ്ണ അല്ല. അടുത്തത്, താഴെ തന്നിട്ടുള്ള അക്ഷര ഗ്രൂപ്പുകൾ വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം തരംതിരിക്കുക. ആണോ? ആദ്യത്തേത് കാർഡ്, അടുത്ത JHK, അടുത്തത് UTV, അടുത്തത് QOR. ശരി, ഇത് മൂന്നാമത്തെ ലെറ്റർ, ഇത് ഒന്നാമത്തെ ലെറ്റർ, ഇത് നാലാമത്തെ ലെറ്റർ, ഇത് 10, H8, K11. ഓക്കെ, ഇത് 21, ഇത് 20, ഇത് 22 അല്ലേ? ഇത് 17, ഇത് 15, ഇത് 18. മക്കളെ ഇവിടെ നോക്കിയേ, ഇവിടെ 2 കുറഞ്ഞു, എന്നിട്ട് 3 കൂടി. ഇവിടെയും 2 കുറഞ്ഞു, എന്നിട്ട് 3 കൂടി അല്ലേ? ഇവിടെ 1 കുറഞ്ഞു, എന്നിട്ട് 2 കൂടി അല്ലേ? ഇവിടെ 2 കുറഞ്ഞു, എന്നിട്ട് 3 കൂടി. അപ്പം ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാ? ഇതല്ലേ, UTV അല്ലേ? UTV. കാരണം ബാക്കിയുള്ളടത്തെല്ലാം 2 കുറഞ്ഞ് 3 കൂടുക, UTVയിൽ 1 കുറഞ്ഞ് 2 കൂടുവാണ്. അടുത്തത്, ആശയപരമായ വ്യത്യാസം കണ്ടെത്തുക. ത്രികോണം, സമചതുരം, വൃത്തം, ക്യൂബ്. ഏതാ മക്കളെ? ക്യൂബാണ്. കാരണം എന്താ? ത്രികോണവും സമചതുരവും വൃത്തവും 2D ഷേപ്പാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു 3D ഷേപ്പാണ് അല്ലേ? ത്രികോണം, സമചതുരം, വൃത്തം 2D ആണ്, അതായത് ദ്വിമാന രൂപമാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു 3D ഷേപ്പാണ്, ത്രിമാന രൂപമാണ്. അക്ഷര കൂട്ടങ്ങളിലെ വ്യത്യാസം കണ്ടെത്തുക അല്ലേ? എന്താണ് വ്യത്യാസം എന്ന് കണ്ടെത്തണം. നമുക്ക് നോക്കാം. ACE ഉണ്ട്, ഓക്കെ. GIJ ഉണ്ട്, PRT ഉണ്ട്, KMO ഉണ്ട്. ഓക്കെ, നമുക്ക് പൊസിഷൻ വാല്യൂ എഴുതാം. ഇത് 1, ഇത് 3, ഇത് 5, 7, 9, 10, 16, 18, 20, 11, 13, 15. മക്കളെ ഇവിടെ 2 കൂടി, 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 പക്ഷെ ഇവിടെ 1 കൂടുന്നത് അല്ലേ? അപ്പൊ കൂട്ടത്തിൽ പെടാത്ത ആള് ആരാ? GIJ ആണ്. GIJ ആണ്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെറിയൊരു ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ എന്താണ് വരുന്നത്, എങ്ങനെയുള്ള ചോദ്യങ്ങളാണ്, ഏതൊക്കെ ടൈപ്പുകളാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക്